നമ്മൾ എന്നാ ഉണ്ടാക്കാൻ പോകുന്നത്? സ്വീറ്റ് ബീറ്റ്റൂട്ട് പിക്കിൾ. പിന്നെ അതിനകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. ഇനി ബീറ്റ്റൂട്ട് ഇടാം. നമുക്കിതിനെ നന്നായിട്ട് ഇനി വഴറ്റാം. അത് കഴിയുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം വഴന്ന ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ഇടുക, ഇച്ചിരി ഇഞ്ചി. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാവേ. കുറച്ച് ഉപ്പ്. ഇനി നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇടാവേ. ഇത് ഒരു വലിയ പെട്ടി ഡേറ്റ്സ്. ഇനി ഇതിനെ നന്നായിട്ട് വഴറ്റാം. ബീറ്റ്റൂട്ട് വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയേ, പിന്നെ ഇരുന്നത് കടുകും ഉലുവായും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചത്. നടക്കാൻ പോയി. കുറച്ച് വിനാഗിരി കൂടി ഒഴിക്കണേ. ഉപ്പ് നോക്കട്ടെ. കൊള്ളാം. ഇതിനകത്ത് ചാറ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് തിളപ്പിച്ചരച്ച വെള്ളം കൂടെ ഒഴിക്കുവാണ്. എന്താണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്, അപ്പോൾ പിന്നെ കേടാവില്ല. അധിക ദിവസം ലാസ്റ്റ് ചെയ്യാൻ ചാൻസില്ല. ഇവിടെ പെട്ടെന്ന് തീരും. ഇതിന് എരിവ് ഇച്ചിരി കുറവായതുകൊണ്ട് ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടായിരുന്നേ. അപ്പോൾ ഇത് ഓക്കെ ആയി. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇടാം, അല്ലെങ്കിൽ കുറച്ച് ശർക്കര ഇടാം. ഓക്കെ, താങ്ക് യു.